വിശുദ്ധ കുർബാനയാവാൻ ഈശോ ശരീരത്തിൽ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. കാലിത്തൊഴുത്തിന്റെ അനാഥത്വങ്ങളിലേക്ക് ഒരു അനാഥ കുട്ടിയെ പോലെ അവൻ പിറന്നു വീണത് വിശുദ്ധ കുർബാനയാവാനാണ്. കണ്ണീരുണങ്ങാത്ത ഈജിപ്തിലെ അഭയാർത്ഥികളുടെ മണ്ണിലേക്ക് ഒരമ്മയുടെ മാറുപറ്റി ചോരക്കുഞ്ഞ് പുതച്ചുറങ്ങാൻ ആവശ്യത്തിന് തുണിത്തരം പോലും ഇല്ലാത്ത ഒരു രാത്രിയിൽ മഞ്ഞ് തണുത്തുറയുന്ന യൂദയായുടെ മരുത്തലങ്ങളിലൂടെ പ്രാണനെ ചേർത്ത് പിടിക്കും പോലെ കുഞ്ഞിനെ ചേർത്ത് തോളിലിട്ടിറക്കിക്കൊണ്ടൊരു അപ്പനും അമ്മയും മരണഭയത്തിൽ പലായനം ചെയ്യുമ്പോൾ അമ്മയുടെ തോള് പറ്റിക്കിടന്ന് ഉറങ്ങിയ കുഞ്ഞ് ആ പലായനത്തിന്റെ പങ്കാളിയായത് പരിശുദ്ധ കുർബാനയാവാനാണ്. അറിയപ്പെടാത്തൊരു നാട്ടിൽ, ആരാലും ശ്രദ്ധിക്കപ്പെടാത്തൊരു നാട്ടിൽ നിർദ്ദയരായി, നിരാധാരരായി, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ഈജിപ്തിൽ അവർ കഴിഞ്ഞത് കുർബാനയാവാനാണ്. നസറത്തിലേക്ക് തിരിച്ചു വന്ന് 30 കൊല്ലം ആരാലും അറിയപ്പെടാത്തൊരു തച്ചപ്പണി ചെയ്ത് അവൻ ജീവിച്ചത് കുർബാനയാവാനാണ്. അവന്റെ പരസ്യ ജീവിതത്തെക്കുറിച്ച് സുവിശേഷകന്മാർ ഇങ്ങനെയാണ് സംഗ്രഹിച്ചത്: അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു, അന്ധന് കാഴ്ചയും ബധിരന് കേൾവിയും മുടന്തന് സൗഖ്യവും തളർവാദക്കാരന് മോചനവും പാപിക്ക് വിടുതലും എല്ലാം കൊടുത്ത് അവൻ ഈ 3 വർഷം പരസ്യ ജീവിതം ഗലീലയിലും കഫർനാമിലും ജെറുസലേമിലും യൂദയായിലും മലഞ്ചെരുവുകളിലും മരുപ്രദേശങ്ങളിലും അവൻ സഞ്ചരിച്ചത് പരിശുദ്ധ കുർബാനയാവാനാണ്. ഒടുവിൽ കണ്ണീരിന്റെയും ദുഃഖത്തിന്റെയും വറുതയുടെയും വേവിന്റെയും ചില ദിനരാത്രങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. പീലാത്തോസിന്റെ അരമന പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോകപ്പെടും മുമ്പ്, കെട്ടപ്പെടും മുമ്പ് സെഗിയോൻ മാളികയിൽ ശിഷ്യന്മാരെ കൂട്ടി നിർത്തി പെസക ഭക്ഷിച്ചതിന് ശേഷം കെദ്രോൻ തോട് കടന്ന് ഒലിവുമലയുടെ കയറ്റം കയറി തലമൂടി കരഞ്ഞുകൊണ്ടുപോയ ദാവീദിനെ പഴയ നിയമം പറയുന്നുണ്ട്. ദാവീദിന്റെ പുത്രൻ കെദ്രോൻ തോട് കടന്ന് പോകുമ്പോ ഇങ്ങനെയായിരുന്നു. അത് പെസക തിരുനാളാണ്. പെസക തിരുനാളിന്റെ ആ സന്ധ്യയിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം കുഞ്ഞാടുകളെ യഹൂദന്റെ ദേവാലയമായ ജെറുസലേം ദേവാലയത്തിൽ യഹൂദ പുരോഹിതന്മാർ 2 ലക്ഷത്തോളം കുഞ്ഞാടുകളെ, ഒരു മുക്കാലി പോലൊരു സാധനം, അതിനകത്ത് ഇങ്ങനെ ഒരു കുഞ്ഞാടിനെ തൂക്കി നിർത്തിയിട്ട് അതിന്റെ കഴുത്ത് മുറിച്ച് 2 ലക്ഷം കുഞ്ഞാടുകളുടെ കഴുത്ത് മുറിക്കുമ്പോൾ അതിൽ നിന്ന് ഊറിയൊഴുകുന്ന ചുട് രക്തം ദേവാലയത്തിലെ ബലിപീഠത്തിന്റെ സൈഡിലുള്ള ഒരു ചാലിലൂടെ ഒഴുകി കെദ്രോൻ താഴ്വാരത്തിലേക്ക് പോയി കെദ്രോൻ തോട്ടിലൂടെ ആ ചോരയൊഴുകുമ്പോ അങ്ങനെ കുഞ്ഞാടിന്റെ കഴുത്തറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ചോരയൊഴുകുന്ന കെദ്രോൻ തോട് ചാടിക്കടന്നിട്ടാണ് ആ പെസഹായുടെ സന്ധ്യയിൽ അവൻ ഗത്സമനിയിലേക്ക് വാവിട്ട് കരയാൻ പോകുന്നത്. അങ്ങനെ കെദ്രോൻ തോട് കടന്ന് മുകളിലേക്ക് കയറി നടക്കുമ്പോ ഈശോ കണ്ടു കുഞ്ഞാടിന്റെ ഊറിയൊഴുകുന്ന ചോര. ചങ്കിനകത്ത് അവൻ 1000 തവണ പറഞ്ഞു, നാളെ ദുഃഖവെള്ളി, നാളെ നട്ടുച്ചയ്ക്ക് ഈ കുഞ്ഞാടിന്റെ രക്തം പോലെ കാൽവരിയുടെ നെറുകയിൽ നിന്ന് എന്റെ ചുടുചോര ഒഴുകുമെന്ന് 100-101 വട്ടം നിശ്ചയവും ബോധ്യവും വ്യക്തതയുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ തോട് മുറിച്ചു കടന്ന് ഗത്സമൻ തോട്ടത്തിലെത്തിയിട്ട് കണ്ണുനീരും പാനപാത്രങ്ങളും സങ്കടവും പെയ്തിറങ്ങിയ സന്ധ്യയിൽ ഒലിവുമരത്തിന്റെ ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന് പാനപാത്രങ്ങളുടെ പരമവേദന ചങ്കിനകത്ത് നിറഞ്ഞു പെയ്യുന്ന ആ സന്ധ്യാനേരത്ത് അവനിങ്ങനെ കൈമുട്ട് കുത്തിയിരുന്ന് അവനിങ്ങനെ ഏങ്ങിക്കരഞ്ഞു, അപ്പാ അപ്പാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്ന് 3 ആവർത്തി ഏറ്റു പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് കൂടെയുണ്ടാകുമോ എന്ന് കരുതി കൂടെയുണ്ടാകാൻ കൂടെ കൊണ്ടുപോയവരെ അടുത്തേക്ക് ചെന്ന് നോക്കുന്ന നേരത്ത് അവർ തളർന്നുറങ്ങുന്നത് കണ്ടിട്ട് 1 മണിക്കൂർ എന്റെ ഒപ്പം ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ആ മരണവേദന സഹിച്ച് അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്ന് പ്രാർത്ഥിച്ചൊടുവിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒടുവിൽ സമയമായി എഴുന്നേൽക്കുവനെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോ ഒരു കൈയിൽ കത്തിച്ചു പിടിച്ച തീപ്പന്തങ്ങളും മറുകൈയിൽ മാരകായുധങ്ങളുമായി മുമ്പേ വരുന്ന യൂദാസിന്റെ പിന്നിൽ വരുന്ന സൈന്യത്തെ കാണുമ്പോ അവരുടെ മുമ്പിലേക്ക് ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെന്ന് ചുംബനം കൊണ്ടാണോ സ്നേഹിത എന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് ആത്മസ്നേഹിതനോട് ചോദിച്ച് അവനെ ചെങ്ങല കൊണ്ട് കെട്ടി വരിഞ്ഞു മുറുക്കി അവർ ഗത്സമനയിൽ നിന്ന് പീലാത്തോസിന്റെ അരമന കോടതിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. വിശുദ്ധ നാട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ യേശുവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയ ആ പാത, അവന്റെ ചോര വീണ ആ വഴി ഇന്ന് ജെറുസലേമിലുണ്ട്. അങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ട് ഒടുവിൽ വിചാരണ, ഒറ്റ രാത്രിയിൽ 4 കോടതി അവനെ വിചാരണ ചെയ്തു. യഹൂദിന് നിയമം ഉണ്ടായിരുന്നു, അന്ത്യം മയങ്ങിക്കഴിഞ്ഞാൽ ആരെയും വിചാരണ കോടതിയിലേക്ക് വലിച്ചിഴക്കരുത്. സകല നിയമങ്ങളും കാറ്റിൽ പറത്തി, എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ഒടുവിൽ അവനെ അന്നാസിന്റെയും കയ്യാപ്പാസിന്റെയും ഹെറോദിന്റെയും പീലാത്തോസിന്റെയും 4 കോടതി മുറികളിൽ നാണം കെട്ടവനായി, നിസ്സഹായനായി, നീചനെ പോലെ നിന്ദിക്കപ്പെട്ട് തലകുനിച്ച് നമ്രശരത്തിനായി നിൽക്കേണ്ടി വന്ന ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഒടുവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിശുദ്ധ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കിണർ പോലൊരു കിടങ്ങ്, ആ കിടങ്ങിൽ
കപ്പി കയറ് കെട്ടിയ ആ കപ്പിയിലൂടെ അതിനകത്ത് ഈ ചെറുപ്പക്കാരനെ ആ കയ്യും കാലും കൂട്ടിക്കെട്ടി ആ കിടങ്ങിനകത്തേക്ക് ഇറക്കിയിട്ട് ആ രാത്രി മുഴുവൻ ആ കിടങ്ങിനിട്ടിരുന്നു. പിറ്റേന്ന് പ്രഭാതത്തിൽ വിചാരണയുടെ സമയമാകുമ്പോ കയറ് കെട്ടി അവനെ വലിച്ചു പൊക്കിയിട്ട് പീലാത്തോസിന്റെ അരമന കോടതിയിലേക്ക് കൊണ്ടുപോയി. ചാട്ടവാറ് കൊണ്ട് അവന്റെ മൃദുല ശരീരത്തിൽ ആഞ്ഞടിച്ചു എന്ന് വായിക്കുന്നു. ചാട്ട, കാരിരമ്പാണികളും ഈയക്കട്ടുകളും ഇരുമ്പിൻ കഷണങ്ങളും ആണികളുമൊക്കെ ചേർത്തുണ്ടാക്കിയ മാരകായുധമായിരുന്നു ചാട്ട. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടുള്ളവരോട് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. കയ്യൂക്കിന്റെ കായിക ബലമുള്ള കരുത്തുള്ള പടയാളികൾ ക്രൗര്യമായ വന്യമായ ഭാവത്തോടെ കൊല്ലാനുള്ള പ്രതീതിയോടെ അവന്റെ മൃദുല ശരീരത്തിലേക്ക് ഓരോ തവണയും ആഞ്ഞടിക്കുമ്പോൾ അടിക്കുന്നവന്റെ കയ്യൂക്കിനനുസരിച്ച് ചാട്ട അവന്റെ ശരീരത്തിലേക്ക് പതിഞ്ഞിട്ട് അവിടെ നിന്നും ഈ ചാട്ട അടിക്കുന്നവൻ തിരിച്ചെടുക്കുന്ന ഒരു നേരത്ത് മാംസക്കട്ടകൾ ഇളകി പറഞ്ഞു വരുന്ന മരണവേദന, മാരകവേദന ഈശോ സഹിച്ചത് കുർബാനയാവാനാണ്. തോരാത്ത കണ്ണുനീരുമായ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഒരു അമ്മയെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവനെ വസ്ത്രം ധരിപ്പിച്ച് കുരിശുമരം എടുത്ത് തോളിൽ വെച്ചു കൊടുത്ത് അവനെ കാൽവരിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗം ഓർമ്മയുണ്ട്. നമ്മൾ കാണുന്ന കുരിശിന്റെ വഴിയിലെ ചിത്രമല്ലത്. കുരിശിന്റെ വഴിയിലെ ചിത്രം പോലെ അല്ലത്. കുരിശിന്റെ നെടുകയുള്ള ഭാഗം നേരത്തെ തന്നെ നാട്ടിവെച്ചിരുന്നുവെന്നും കുറുകെയുള്ള ഭാഗമാണ് കുറ്റവാളി ചുമന്നതെന്നും യഹൂദ ചരിത്രകാരന്മാരായ ജോസേഫൂസ്, ഒക്ടേവിയൻ തുടങ്ങിയ ചരിത്രകാരന്മാർ പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നേരത്തെ തന്നെ കുരിശിന്റെ നെടുകയുള്ള ഭാഗം കാൽവരി മലയിൽ നാട്ടിവെച്ചിരുന്നു. കുറുകെയുള്ള ഭാഗം തോളെ വെച്ച് ചുമക്കുകയല്ല, മറിച്ച് കൈ ഇങ്ങനെ നിവർത്തിപ്പിടിച്ച് നിർത്തും കുറ്റവാളിയെ. എന്നിട്ട് അവന്റെ കഴുത്തിന്റെ പിന്നിൽ ഒരു നുകം പോലെ ഈ കുരിശുമരം വെച്ച്, കുരിശുമരത്തിന്റെ കുറുകെയുള്ള ഭാഗം വെച്ച് കയറുകൊണ്ട് കെട്ടിക്കൊടുക്കും. അപ്പോൾ കുറ്റവാളി നടന്നു പോകുന്നത് ഒരു കുരിശുമരത്തിന്റെ ആകൃതിയിലാണ്. കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ മൂന്നാവർത്തി നിലത്ത് വീണു, കുരിശുമായി നിലത്ത് വീണു എന്ന്. മൂന്നെന്നൊക്കെ ഉള്ളത് പ്രാർത്ഥിക്കാൻ വേണ്ടി സഭ ചുരുക്കി തന്ന സംഖ്യയാണ്. മൂന്നൊന്നും അല്ല വീണത്. 3 വീണാലും 30 വീണാലും 300 വീണാലും പ്രിയപ്പെട്ട മക്കളെ, വീഴുന്നവൻ വീഴുന്നത് മുഖമിടിച്ചാണ്. കൈത്തലം കൊണ്ടുപോലും ശരീരത്തിന്റെ ഭാരം ഒന്ന് താങ്ങി നിർത്താൻ പറ്റാതെ അവൻ മുഖമിടിച്ച് വീണത് കുർബാനയാവാനാണ്. മകന്റെ ചോര വീണുടഞ്ഞ മണ്ണിൽ ഒരമ്മയുടെ കണ്ണീര് വീണുടഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. ജെറുസലേമിലെ സ്ത്രീകളെ, നിങ്ങൾ എന്നെ നോക്കി കരയരുത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നോക്കി കരയണം. AD 70 റോമാ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിന് കീഴിൽ ജെറുസലേം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്നും അന്ന് നിങ്ങളുടെ മക്കൾ അനാഥമാകുമെന്നും മലമുകളിലേക്ക് വാവിട്ട് കരഞ്ഞുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരുമെന്നും പ്രവചിച്ച ആ കാലം അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവനെന്ന് പറഞ്ഞ് തന്നെ നോക്കി കരഞ്ഞവരുടെ വിലാപത്തെ ആശ്വാസത്തിന്റെ തൈലം കൊണ്ട് പൊതിഞ്ഞ് അവൻ കുരിശിലേക്ക് നടന്നുപോയത് കുർബാനയാവാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിയോന്റെ കൽവഴികളിൽ അവന്റെ ചോര വീണുറഞ്ഞത് കുർബാനയാവാനാണ്. ഒടുവിൽ മലമുകളിലേക്ക് കൊണ്ടുപോയി കാൽവരിയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് അവന്റെ വസ്ത്രങ്ങൾ ഒന്നൊന്നായി ഉരിഞ്ഞെടുക്കുമ്പോ ശരീരത്തോട് ചേർന്ന് മാംസക്കട്ടകൾ ഇളകി പറഞ്ഞു വന്നത്, ആ വേദന അവൻ സഹിച്ചത് കുർബാനയാവാനാണ്. ഒടുവിൽ നഗ്നനാക്കി അവനെ കുരിശിൽ കിടത്തിയിട്ട് 4-5 ഇഞ്ച് നീളമുള്ള കാരിരമ്പിന്റെ ആണി അവന്റെ കൈത്തണ്ടയിലേക്ക് അടിച്ചു കയറ്റുമ്പോ ഓരോ അടിക്കും ചോര ചാലുകീറി ഒഴുകുന്ന മാരകവേദന അവൻ സഹിച്ചത് കുർബാനയാവാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം അവനെ കുരിശിൽ ഉയർത്തിക്കിടത്തുമ്പോ നഗ്നനായിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. പരിപൂർണ നഗ്നൻ. നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ ഈശോയ്ക്ക് അത്യാവശ്യം നഗ്നത മറയ്ക്കാൻ തുണിയുണ്ട്. എന്നാൽ പരിപൂർണ നഗ്നനായിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. പൂർണ്ണ നഗ്നൻ. പെറ്റ തള്ളയുടെ മുമ്പിൽ, സ്നേഹിച്ച സ്ത്രീജനങ്ങളുടെ മുമ്പിൽ സ്വന്തം കൈത്തലം കൊണ്ട് പോലും നാണം മറയ്ക്കാൻ നിവൃത്തിയില്ലാതെ 33കാരൻ നാണം കെട്ട് നരകവേദന സഹിച്ച് കിടന്നത് കുർബാനയാവാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിലാവ് കുത്തിത്തുളച്ചതും അവന്റെ മുഖത്ത് തുപ്പിയതും ഇറങ്ങി വരാൻ പറഞ്ഞ് പരിഹസിച്ചതുമെല്ലാം സഹിച്ചത് കുർബാനയാവാനാണ്. ഒരു കള്ളം കിടന്ന് തെറി വിളിച്ചും പരിഹസിച്ചും ആക്ഷേപിക്കുമ്പോ അതെല്ലാം മിണ്ടാതെ സഹിച്ചത് കുർബാനയാവാനാണ്. ഉഴവുകാരന്റെ മുതുകിൽ ഉഴുതു. അവർ എനിക്ക് ഉഴവ് ചാലുകീറി, കണ്ടവർ എന്നെ നോക്കി മുഖം തിരിച്ചു കളഞ്ഞു എന്നൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സങ്കീർത്തന പുസ്തകത്തിലും പ്രവചന ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടത് അക്ഷരം പ്രതി നിറവേറുമാറ് മാരകമായ വേദന സഹിച്ചവൻ കുരിശിൽ കിടന്നത് കുർബാനയാവാനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒടുവിൽ അപ്പാ നീ പോലും എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ് ചക്രവാളങ്ങളെ നടുക്കിക്കൊണ്ട് പുത്രൻ അലറിക്കരയും. അപ്പൻ മാത്രമായിരുന്നു അഭയം, അപ്പൻ മാത്രമായിരുന്നു ആധാരം, അപ്പൻ മാത്രമായിരുന്നു ബലം. ഒടുവിൽ അപ്പാ നീ പോലും എന്നെ കൈവിട്ടോ, ഏലി ഏലി ലമാ സബക്താനി, എന്റെ ദൈവമേ നീ പോലും എന്നെ കൈവിട്ടതെന്തേ എന്ന് പറഞ്ഞ്
മാനസിക ആത്മീയ വേദനയുടെ പാരമ്യത്തിൽ ഈശോ എത്തിയ മുഹൂർത്തമായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ഒരു ഏറ്റവും മൂർധന്യാവസ്ഥയിൽ പരമമായൊരു വേദന ഈശോ സഹിച്ച് ഒടുവിൽ എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞ് അവൻ കണ്ണുപൂട്ടി അവൻ തോളിൽ തലചായ്ച്ച് മരിക്കുന്നത് കുർബാനയാവാനാണ്. വാടിത്തളർന്ന ചെമ്പിന്തണ്ട് പോലെ തളർന്നു കിടക്കുന്ന മകന്റെ മൃതദേഹത്തെ ദുഃഖം പേമാരി പോലെ പെയ്തിറങ്ങിയ ഒരു സന്ധ്യയിൽ വാടിത്തളർന്നു കിടക്കുന്ന മകനെ, ചേതനയേറ്റ് കിടക്കുന്ന മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു പാവം അമ്മ വാവിട്ട് കരഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. എല്ലാവർക്കും ഇടം കൊടുത്തവനാണ്. ഭൂമിയിൽ പിറന്നു വീഴുന്ന സകല മനുഷ്യനും ജീവിക്കാനും വളരാനും പിറക്കാനും വളരാനും എല്ലാം ഇടം കൊടുത്തവൻ ഒടുവിൽ ഒടുങ്ങാനൊരിടമില്ലാതെ കടം വാങ്ങിയ കല്ലറയിൽ ഒടുങ്ങിയതും കുർബാനയാവാനാണ്. കാലിത്തൊഴുത്ത് മുതൽ കബറിടം വരെ മാരകമായ വേദനകൾ സഹിച്ച്, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നുറുങ്ങുന്ന വേദന സഹിച്ച് കർത്താവ് ഈശോ മിശിഹ ചരിത്രത്തിന്റെ ഒരു ദശാസന്ധിയിൽ കാൽവരിയുയർത്തപ്പെട്ട ഒരു കുരിശിൽ പൂർണ്ണ നഗ്നനായി ഉച്ച മുതൽ ഉള്ളംകാല് വരെ തകർക്കപ്പെട്ടും തൂങ്ങിക്കിടന്നത് കുർബാനയാവാനാണ്. എന്റെ പൊന്നുമക്കളെ, ഈ രാത്രിയിൽ കേൾക്കാൻ നിങ്ങൾക്ക് കാതുണ്ടെങ്കിൽ കാതു തുറന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക. അത്രയും വേദന സഹിച്ച് അവൻ തന്റെ ശരീരവും രക്തവും നമ്മുടെ ആത്മാവും നശിക്കാതിരിക്കാൻ, നമുക്ക് നിത്യത കിട്ടാൻ, ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഓരോ പ്രഭാതത്തിലും വെച്ച് വിളമ്പിയിട്ട് നമുക്കത് വേണ്ട അല്ലേ, നമുക്ക് ജോലി മതി, മക്കളെ മതി, വീട് മതി, വാഹനം മതി, പ്രമോഷൻ മതി, IELTS പാസ്സായ മതി, നമുക്ക് വിശുദ്ധ കുർബാന വേണ്ട, നമുക്ക് നൊവേന മതി. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് മാരക പാപമല്ലേ? മരണവേദന സഹിച്ച് ഒരു ദൈവം ഇത്രയും വിലപ്പെട്ട ഒരു സമ്മാനം തന്നിട്ട് ആ സമ്മാനം വേണ്ട, നമുക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ മതി. അങ്ങനെ ഒരു മഹാസ്നേഹത്തിന്റെ ആഘോഷം ഓരോ ബലിപീഠത്തിൽ നടക്കുമ്പോ നമുക്ക് അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ വെളിയിൽ നമ്മൾ അങ്ങനെ നിൽക്കുന്നത് അത് മാരക മഹാപാപമല്ലേ? പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിച്ചു കേൾക്കുക. ഇത്രയും വേദന സഹിച്ച് ഈശോ തന്ന ഈ സമ്മാനമായ വിശുദ്ധ കുർബാനയെ നിഷേധിക്കുന്നത് അബ്യൂസിങ് ദ ഗിഫ്റ്റ് ഈസ് അബ്യൂസിങ് ദ ഗിവർ. സമ്മാനത്തെ നിന്ദിക്കുന്നത് സമ്മാനദാതാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഈശോയെ നിങ്ങൾക്ക് അപമാനിക്കണോ? വിശുദ്ധ കുർബാനയെ അനാദരിച്ചാൽ മതി. ഇതാണ് സാത്താന്റെ തന്ത്രം. ഇതാണ് സാത്താൻ സേവക്കാരുടെ തന്ത്രം. ഈശോയെ അപമാനിക്കണോ? വിശുദ്ധ കുർബാനയെ അപമാനിച്ചാൽ മതി. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഓരോ വിശുദ്ധ കുർബാനയിലും എത്രയോ പേര് വൈകിയെത്തുന്നു, എത്രയോ പേര് അതിനിടയ്ക്ക് ഫോൺ എടുത്ത് ഓടിപ്പോകുന്നു, എത്രയോ പേര് അലസമായി നിൽക്കുന്നു, എത്രയോ പേര് അലക്ഷ്യമായി പെരുമാറുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കല്യാണത്തിന് നിങ്ങൾ സമയത്തിന് പോയില്ലേ? ഇന്റർവ്യൂവിന് നിങ്ങൾ സമയത്തിന് പോയില്ലേ? ജോലിക്ക് നിങ്ങൾ സമയത്തിന് പോയില്ലേ? മക്കളെ പരീക്ഷയ്ക്ക് നിങ്ങൾ സമയത്തിന് വിട്ടില്ലേ? മക്കളെ ട്യൂഷന് നിങ്ങൾ സമയത്തിന് വിട്ടില്ലേ? ഒരു ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യസമയത്ത് ചെല്ലില്ലേ? പക്ഷേ ആകെക്കൂടി വിശ്വാസി ക്രിസ്ത്യാനി, നീ താമസിക്കുന്നത് ദേവാലയത്തിലാണെങ്കിൽ, ദൈവാരാധനയ്ക്കാണെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, രണ്ടർത്ഥമില്ല, ഒറ്റ അർത്ഥമേ ഉള്ളൂ. നിന്റെ ദൈവത്തിന് നീയും നിന്റെ കുടുംബം ഇട്ട വില വെറും 7 കൂലിയുടെ വില. ഒരു ഇന്റർവ്യൂവിന്റെ, ഒരു ജോലിയുടെ, ഒരു ആശുപത്രി കേസിന്റെ, ഒരു രോഗത്തിന്റെ, അല്ലെങ്കിൽ വീട്ടിലെ ഒരു കാര്യത്തിന്റെ അത്രയും വലിപ്പം പോലും കർത്താവ് കാൽവരി കുരിശിൽ അർപ്പിച്ച പരമയാഗത്തിന് കൊടുത്തിട്ടില്ലെന്നേ അതിനർത്ഥമുള്ളൂ. നിങ്ങളൊരു പോലീസ് ഇൻസ്പെക്ടറുടെ മുമ്പിൽ നിൽക്കുമ്പോ, നിങ്ങളൊരു മന്ത്രിയെ കാണാൻ നിൽക്കുമ്പോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിങ്ങൾ നിൽക്കുമ്പോ, നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങൾക്ക് ഫോൺ വന്നാൽ നിങ്ങൾ എടുക്കുമോ? നിങ്ങളൊരു IG-യുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, DGP-യുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ വന്നാൽ നിങ്ങൾ എടുക്കുമോ? പ്രധാനപ്പെട്ട ഒരു മേലുദ്യോഗസ്ഥന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ വന്നാൽ നിങ്ങൾ അത് പരിശോധിക്കുമോ? എന്നാൽ ദേവാലയത്തിൽ പരമമായൊരു ദൈവാരാധന നടക്കുന്നതിനിടയ്ക്ക് ഫോണുമായിട്ട് ഇറങ്ങി ഓടാൻ നിങ്ങൾക്ക് മനസാക്ഷി കുത്തില്ലെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, നിങ്ങളുടെ ദൈവം വെറും 7 കൂലിയാണ് എന്നേ അതിനർത്ഥമുള്ളൂ. പള്ളിയിൽ താമസിച്ചു വരുന്നതും, പള്ളിയിൽ അലക്ഷ്യമായിട്ട് നിൽക്കുന്നതും, ദൈവാരാധനയിൽ അലക്ഷ്യമായി സംബന്ധിക്കുന്നതിനുമെല്ലാം അതിനപ്പുറത്ത് വേറൊരു അർത്ഥമില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് പറഞ്ഞു, ഞാൻ രാജാവാണ്, എനിക്കാരുടെയും എച്ചില് വേണ്ട. ഞാൻ രാജാവാണ്, എനിക്കാരുടെ എച്ചില് വേണ്ട. കൊടുക്കുന്നെങ്കിൽ 1-ാം സ്ഥാനം, അല്ലെങ്കിൽ കൊടുക്കണ്ട. കൊടുക്കുന്നെങ്കിൽ 1-ാം സ്ഥാനം, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ വില കൊടുക്കണ്ട. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഓരോ പരിശുദ്ധ കുർബാനയിലും കർത്താവ് ഈശോ മിശിഹ ഇറങ്ങി വന്ന് ഇടപെടും.
അഭിഷേകത്തിന്റെ കരം കർത്താവായിരിക്കും. ശക്തമായ വിടുതൽ കർത്താവായിരിക്കും. വൈദികനാവാനായിട്ട് പരിശീലനം നേടിക്കൊണ്ടിരുന്ന ഒരു അച്ഛൻ, മനീഷ് അച്ഛൻ, വൈദിക പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മ ഒരു ദിവസം സുഖമില്ലാതായി. അമ്മച്ചയും കൊണ്ട് കോഴിക്കോട് നിംസ് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചിക്ക് തലച്ചോറിൽ പഴകിപ്പോയ ട്യൂമറാന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അങ്ങനെ ഡോക്ടേഴ്സ് കൂടി ആലോചിച്ച് ഓപ്പറേഷന് ഡേറ്റ് കുറിച്ച് കൊടുത്തു. ഈ ശമാശൻ, ഈ ഡീക്കൻ, അദ്ദേഹം നടുങ്ങിപ്പോയി. അദ്ദേഹത്തിന് പട്ടം കിട്ടുന്ന ദിവസമാണ് ഡോക്ടേഴ്സ് സർജറിക്ക് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത്. ഡോക്ടർമാരുടെ കാല് പിടിച്ച് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്ന ദിവസമാണ്. അവർ ചോദിച്ചു, പെറ്റമ്മയുടെ ജീവനാണോ വലുത് അതോ വീട്ടിൽ നടക്കുന്ന മംഗളകർമ്മമാണോ വലുത്? അവർക്ക് അതിന്റെ വില അറിയാൻ പാടില്ല. അതുകൊണ്ട് അവരങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് അമ്മയുടെ ജീവനാണ് വലുതെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലെ പ്രോഗ്രാം മാറ്റി വെക്കാൻ പറഞ്ഞു. നേരെ പിതാവിന്റെ അടുത്ത് ചെന്നു. പിതാവിന്റെ അരമനെ ചെന്ന് പിതാവിനോട് ചോദിച്ചപ്പോ പിതാവ് പറഞ്ഞു, സാരമില്ല, പിന്നീടുള്ള ദിവസങ്ങളെല്ലാം തിരക്കാണ്, അതുകൊണ്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് വെക്കാം, അമ്മച്ചി ആരോഗ്യനിലയൊക്കെ വീണ്ടെടുക്കട്ടെ, ഓപ്പറേഷൻ കഴിയട്ടെ. അങ്ങനെ ആ തീരുമാനത്തോട് മനസ്സോടെ യോജിച്ച് അവർ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ കാറിന്റെ പിൻസീറ്റിലിരിക്കുകയാണ് അമ്മ. അടുത്തിരിപ്പുണ്ട് ഈ ശമാശൻ. അമ്മ ബോധം വീണ്ടും കിട്ടുന്നൊരു നേരത്ത് അമ്മ മകന്റെ കൈ പിടിച്ചിട്ട് ഉത്കണ്ഠയോട് ചോദിച്ചു, പിതാവ് എന്ത് പറഞ്ഞു? അപ്പൊ മകൻ പറഞ്ഞു, അമ്മ 2 മാസം കഴിഞ്ഞിട്ട് പൗരോഹിത്യ പട്ടം സ്വീകരിക്കാന്ന് പറഞ്ഞു. വാവിട്ട് കരഞ്ഞു അമ്മ. എന്നിട്ട് പറഞ്ഞു, മോനെ, ഒരു വ്യാഴവട്ടക്കാലം ഉരുകെത്തിയിരുന്ന മെഴുക പോലെ അമ്മ കത്തി നിന്നത് മകൻ അൾത്താരയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അൾത്താരയിലേക്ക് എന്റെ മകൻ കയറി നിൽക്കുന്നത്, ഈശോയുടെ ശരീരരക്തങ്ങൾ ആഘോഷിക്കുന്നത് കാണാൻ ഭാഗ്യം കിട്ടാതെ കാണും ഈ അമ്മ മരിച്ചു പോയാൽ എന്റെ ആത്മാവിന് പോലും സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്ന ഒരു അമ്മ ഒരു ദുശാഠ്യം പോലെ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, നേരത്തെ തീരുമാനിച്ച അതേ ദിവസം തന്നെ പൗരോഹിത്യ പട്ടവും ആദ്യ കുർബാന അർപ്പണവും നടക്കട്ടെ. എനിക്കത് കഴിഞ്ഞ് കർത്താവ് ആയുസ് തന്നെങ്കിൽ മതി, അത് കഴിഞ്ഞ് മതി ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന അമ്മയുടെ ആ ശാഠ്യത്തിന് മുമ്പിൽ കുടുംബത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഒടുവിൽ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ദിവസം തന്നെ പൗരോഹിത്യ സ്വീകരണം നടക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമില്ലാത്ത അമ്മയെ, കൂനിക്കൂടിയിരിക്കുന്ന അമ്മയെ ഏറ്റവും മുമ്പിൽ ഒരു കസേരയിൽ ഇരുത്തിയിട്ടുണ്ട്. ഊനിക്കൂടിയിരിക്കുകയാണ് അമ്മ. രാവിലെ പൗരോഹിത്യ സ്വീകരണം. അപ്പൻ കൊണ്ടുവന്ന്, കുടുംബത്തിന്റെ പ്രതിനിധിയായിട്ട് അപ്പൻ കൊണ്ടുവന്ന് മകനെ പെത്രാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അറുക്കപ്പെടാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് പോലെ ആൾത്താരയിലേക്ക് സമർപ്പിക്കപ്പെട്ട ഈ വൈദികന്റെ മേൽ മെത്രാൻ കരം വെച്ച് അഭിഷേകം ചെയ്ത് കൈവപ്പിലൂടെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഉയർത്തി. ഉച്ച കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യത്തെ കുർബാന അർപ്പണം നടത്തുകയാണ്. ഉച്ച കഴിഞ്ഞ് ആദ്യ ബലിയർപ്പണം നടത്തുന്ന സമയത്ത് പരിശുദ്ധ കുർബാന തുടങ്ങി. അദ്ദേഹത്തിനൊന്ന് ഉറക്ക കരയണമെന്നുണ്ട്. കാരണം ഏത് സമയത്തും ജീവൻ അറ്റുപോകാൻ സാധ്യതയുള്ള, പ്രാണൻ പിരിയാൻ സാധ്യതയുള്ള ഒരമ്മ കൂനിക്കൂടി മുമ്പിലിരിപ്പുണ്ട്. പ്രാർത്ഥനകൾ ആരംഭിച്ചു. അങ്ങനെ ഓരോ പ്രാർത്ഥനയും ചൊല്ലി ഇടറുന്ന കണ്ടത്തോടെ ഓരോ പ്രാർത്ഥനയും ചൊല്ലി മുന്നോട്ട് പോകുമ്പോൾ ഒടുവിൽ സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയമായി. ഈശോ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്, ആരാധ്യരായ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു കസേരയെ കൂനിക്കൂടിയിരിക്കുന്ന ഈ പാവം അമ്മ ആയാസപ്പെട്ട് 2 കൈയും ഉയർത്തി ചങ്കുപൊട്ടി വാവിട്ട് ഉറക്ക നിലവിളിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ മകൻ മനീഷച്ചന്റെ കയ്യിലിരിക്കുന്ന എൻ്റെ പൊന്നീശോയെ, അൾത്താര വിട്ട് ഒന്നിറങ്ങി വരാമോ? ഒന്നിറങ്ങി വന്ന് എന്നെ തൊടാമോ? എന്നെ തൊട്ട് സുഖപ്പെടുത്താമോ? ദേവാലയത്തിൽ കൂട്ടം നിലവിളിയായി. പരിശുദ്ധ കുർബാന എങ്ങനെ അച്ഛൻ ചൊല്ലിത്തീർത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വടവാതൂർ സെമിനാരിയിൽ 100 കണക്കിന് വൈദിക വിദ്യാർത്ഥികളെ സാക്ഷി നിർത്തി പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വന്ന മനീഷ് എന്ന കൊച്ചച്ഛൻ അദ്ദേഹത്തിന്റെ ഒരു കയ്യിൽ ഒരു സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, കോഴിക്കോട് നിംസ് ഹോസ്പിറ്റലിലെ പ്രശസ്തരായ പ്രഗത്ഭരായ ഡോക്ടേഴ്സ് എൻ്റെ അമ്മച്ചിയുടെ തലച്ചോറിൽ പഴകിപ്പോയ ട്യൂമറുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ സ്കാനിങ് റിപ്പോർട്ട്. അങ്ങനെ നിർനിമേഷരായി വീർപ്പടക്കി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം ആ സ്കാനിങ് റിപ്പോർട്ട് താഴെ വെച്ചിട്ട് മറ്റൊരു സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് ഉയർത്തി കാണിച്ചു. ഞാൻ പൗരോഹിത്യം സ്വീകരിച്ച് മധ്യാഹ്ന നേരത്ത് ഞാൻ ആദ്യത്തെ ബലി അർപ്പിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത എൻ്റെ പാവ അമ്മ ഒരു കസേര കൂനിക്കൂടിയിരുന്ന് 2 കൈ ആയാസപ്പെട്ട് ഉയർത്തി
ഞാൻ സ്ഥാപന വചനങ്ങളുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന നേരത്ത് എൻ്റെ മകൻ മനീഷ് അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ഈശോയെ അൾത്താരെ വിട്ടൊന്ന് ഇറങ്ങി വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്താമോ എന്ന് വാവിട്ട് കരഞ്ഞ് നിലവിളിച്ചപ്പോ എൻ്റെ കയ്യിലിരുന്ന ഈശോ എന്നോടൊരു വാക്ക് പോലും പറയാതെ എൻ്റെ കയ്യിൽ നിന്ന് അൾത്താരയിലൂടെ ഊർന്നിറങ്ങി എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് എൻ്റെ അമ്മയുടെ തലയെ തൊട്ട് എൻ്റെ അമ്മയെ ഒരു തരി പോലും രോഗമില്ലാതെ ഒരു അടയാളം പോലും ശേഷിക്കാതെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തിയെന്ന് അതേ കോഴിക്കോട് നിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് വിധി എഴുതിയ സ്കാനിംഗ് റിപ്പോർട്ട്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, സകല ബന്ധനങ്ങളും പരിശുദ്ധ കുർബാനയിൽ അഴിയും. 2-3 മിനിറ്റ് തന്നെ ശ്രദ്ധിക്കുക. അതായത് മനുഷ്യരെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? 1 പാപം, 2 ശാപം, 3 പൈശാചിക ബന്ധനം. നമ്മളെ ഭയപ്പെടുത്തുന്ന അതൊക്കെയാണല്ലോ. പാപം, ശാപം, പൈശാചിക ബന്ധനം. അനുദപിച്ച് കുമ്പസാരിച്ച് ബലിയർപ്പിക്കുന്ന, ബലിയിൽ സംബന്ധിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയുടെ മേൽ പാപത്തിന്റെ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാവുന്നു. ശാപത്തിന്റെ സ്വാധീനം പഴയ നിയമത്തിൽ ഈജിപ്തിലെ അടിമപ്പാളയത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് മുമ്പ് മോശ വഴി കർത്താവ് കൽപ്പിച്ചു, 1 വയസ്സുള്ളൊരു കുഞ്ഞാടിനെ കൊല്ലണം, കുഞ്ഞാടിന്റെ രക്തം പാത്രത്തിലെടുക്കണം, ഹിസോപ്പ് ചെടിയുടെ തണ്ട് ചതച്ച് അത് കട്ടളക്കാലിലും പടിവാതിക്കലും ആ രക്തം തളിക്കണം. അങ്ങനെ രക്തം തളിച്ചാൽ സംഹാരദൂതൻ ആ രക്തം തളിച്ച കുടുംബങ്ങളെ തൊടില്ല. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, വിശ്വസിക്കാൻ ചങ്കുറപ്പുണ്ടാവണം. യേശുക്രിസ്തു എന്ന ഭൂമിയിലെ ഏറ്റവും നിർമ്മലനായ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ തളിക്കപ്പെട്ട രക്തത്താൽ മാമോദീസായിൽ മുദ്രയിടപ്പെട്ട നിന്റെ മേൽ ഏത് ശാപത്തിനാണ് അധികാരം? ഒരു ശാപത്തിനും ഒരധികാരമില്ലെന്ന് വിശ്വസിക്കാൻ, പരിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് യേശുവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് ആ വിശ്വാസം ഏറ്റു പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അന്ന് ആ നിമിഷം നിന്റെ മേലോ നിന്റെ പൂർവിക പരമ്പരയിലൂടെ വന്ന സകല ശാപത്തിന്റെയും കെട്ട് അഴിയുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യം പറഞ്ഞേ ഹല്ലേലൂയാ. സകല ശാപത്തിന്റെയും കെട്ട്, ശാപമില്ല. ശാപം അഴിക്കാൻ പിന്നെ ആർക്കും കാശുണ്ടാക്കാനും പറ്റില്ല. യേശുക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ മാമോദീസായിൽ മുദ്രയിടപ്പെട്ട യേശുവിന്റെ ശരീരരക്തങ്ങൾ ഓരോ ദിവസവും സ്വീകരിക്കുന്ന നിന്റെ മേൽ എന്ത് ശാപം? നീ അത് വിശ്വസിക്കണം. 3 പൈശാചിക ബന്ധനം. കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിച്ച് യേശുക്രിസ്തുവിന്റെ രക്തം കുടിക്കുന്ന നിന്റെ മേൽ ഏത് പിശാചിന് എന്തധികാരം? ഇത് നീ വിശ്വസിക്കണം. ദൈവജനം ഇന്ന് ഭയത്തിന്റെ പിടിയിലാണ്. ഭയം, ഈ ഭയമാണ് സകല പിശാചുക്കളെയും വിളിച്ചു വരുത്തിയത്. നിന്റെ മേൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുണ്ടെന്നും നീ സ്വീകരിച്ചത് ജീവിക്കുന്ന ദൈവത്തിന്റെ ശരീരമാണെന്നും വിശ്വസിക്കണം. ദൈവത്തെക്കാൾ വലുതല്ല പിശാച്. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ തെറ്റ്, അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിലും തെറ്റ്. ദൈവം സ്രഷ്ടാവാണ്, പിശാച് സൃഷ്ടിയാണ്. സ്രഷ്ടാവ് നിന്റെ അകത്തിരിക്കുമ്പോ സൃഷ്ടിയായ പിശാചിന് നിന്റെ മേൽ എന്ത് അധികാരം? ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ഒരൊറ്റ ബലി കൊണ്ട് നിന്റെ കുടുംബത്തിന്റെ പാപവും മാറും, ശാപവും മാറും, പൈശാചിക ബന്ധനവും മാറും. വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ ദേവാലയത്തിലേക്ക് മടങ്ങിപ്പൊക്കോ. ധ്യാനകേന്ദ്രങ്ങൾ തരുന്നതിൽ അഭിഷേകം നിന്റെ പള്ളിക്കകത്ത് നിന്ന് കിട്ടും, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി ബലിപീഠത്തെ സ്നേഹിക്കാനും ബലിയർപ്പണത്തെ സ്നേഹിക്കാനും യേശുവിന്റെ ശരീര രക്തങ്ങളെ സ്നേഹിക്കാനും നമുക്ക് അഭിഷേകം തരണം. എല്ലാ മക്കളും എഴുന്നേറ്റ് കണ്ണടച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ബലിയർപ്പണത്തിന്റെ ശക്തമായ അഭിഷേകം എല്ലാ ദിവസവും പരിശുദ്ധ